പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സൂര്യ. ഇതിന്റെ ഭാഗമായി പറഞ്ഞു പറ്റിച്ചുകൊണ്ടുള്ള വിവാഹത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സൂര്യ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ സൂര്യയെ വിശ്വസിച്ച് പൂജാകർമ്മങ്ങൾ എന്ന രീതിയിൽ സൂര്യയുടെ കൂടെ പോകുന്നതിനായി അഞ്ജലി ശ്രമിക്കുകയാണ്. ഇതേ തുടർന്ന് അഞ്ജലിയോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് എന്നും അഞ്ജലി അതെല്ലാം അനുസരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് പോയാൽ മതി എന്നുള്ള നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് സൂര്യ. സൂര്യയെ എനിക്ക് വിശ്വാസമാണ് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി ഇതേ തുടർന്ന് കാര്യങ്ങളൊന്നും ചോദിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോയിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ അഞ്ജലിയെ ചതിച്ച് പൂജ എന്ന പേരിൽ തന്റെ വിവാഹം നടത്താനുള്ള ശ്രമമായിരുന്നു സൂര്യയുടെ. ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. അഞ്ജലിക്ക് വേണ്ടിയുള്ള പൂജ അവിടെയുള്ള തിരുമേനി കൃത്യമായി നടത്തുകയും ചെയ്തതിനെ തുടർന്ന് തന്റെ മനുവിന് യാതൊരു ആപത്തും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അഞ്ജലി. മാത്രവുമല്ല, ബാക്കി കാര്യങ്ങൾ ഒന്നും തന്നെ കൃത്യമായി ചോദിക്കാൻ അഞ്ജലി തയ്യാറാകുന്നുമില്ല. ഇതോടെ ഇനി താലി കെട്ടുക മാത്രമാണ് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നും അതുകൂടി കഴിഞ്ഞാൽ എന്നേക്കുമായി നീ എൻ്റെതായി മാറും എന്നുള്ള കാര്യവും ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ. ഇതോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ആവുകയും ചെയ്യും. പക്ഷേ സൂര്യയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായി പുതിയൊരാൾ അവിടേക്ക് കയറി വരുന്നത്. മാത്രവുമല്ല, എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലി മനുവിന് വേണ്ടിയുള്ള പൂജയാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇതോടെ കാര്യങ്ങൾ ഞാനും അറിയട്ടെ എന്നും മനുവിനെ രക്ഷിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതോടെ പ്രതീക്ഷകളെല്ലാം തെറ്റിയിരിക്കുകയാണ് സൂര്യയുടെ. മാത്രവുമല്ല, കാര്യങ്ങൾ ഇനി പുറത്താവുകയാണ് എങ്കിൽ അത് വലിയൊരു തിരിച്ചടി തന്നെയാകും. അതോടെ അഞ്ജലിയുടെ മുൻപിൽ താനാകെ നാണം കെട്ടുപോകും. കൂടാതെ ഇനിയൊരിക്കലും അഞ്ജലി തന്നെ ഇങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാവുകയുമില്ല. ബുദ്ധിപരമായി ഇയാളെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് സൂര്യ. ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന സൂര്യ കർമ്മങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി ചെയ്തു കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഞാനും മനുവിന് വേണ്ടി ആ കർമ്മത്തിൽ പങ്കുചേരാമെന്ന് വ്യക്തമാക്കുകയും മനുവിനെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട് എന്ന് പറയുകയും ചെയ്തത് സൂര്യയുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയിരിക്കുകയാണ്. ഇതോടെ സൂര്യ താലികെട്ടൽ ചടങ്ങ് മാറ്റിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. മാത്രവുമല്ല, തൻ്റെ പ്രതീക്ഷകൾ തകരുകയും ചെയ്തു. ഇതോടെ അവിടെ നിന്ന് നിരാശനായി മടങ്ങേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് സൂര്യക്ക്. അവളെ സ്വന്തമാക്കുന്നത് ഏറ്റവും വലിയൊരു അവസരമാണ് തനിക്ക് നഷ്ടമായി പോയത്. ഒരിക്കലും ഇങ്ങനെയൊരു നഷ്ടം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും, അതൊക്കെയാണ് സൂര്യ ആലോചിക്കുന്നത്. എന്നാൽ ഇതേ സമയം അഞ്ജലിയാകട്ടെ മനുവിന് വേണ്ടി എല്ലാ പൂജയും നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ മനു രക്ഷപ്പെടുമോ, രക്ഷപ്പെട്ട് തൻ്റെ അടുത്തേക്ക് തിരികെ എത്തുമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും മനുവിനെ ഉപേക്ഷിക്കാൻ താൻ ഇനി തയ്യാറാവുകയില്ല. മനു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക.
അവനെ ഒഴിവാക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം അത്രയധികം അവനെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അതിന് പിറകിൽ. പക്ഷേ മനുവിനെ കുറിച്ച് യാതൊരു വിവരവും കണ്ടെത്താൻ ഇതേ തുടർന്നും അവർക്ക് സാധിക്കാത്തത് പുതിയൊരു തിരിച്ചടി ആവുകയാണ്. പക്ഷേ ഇതിനിടയിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. സൂര്യാകട്ടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും എത്രയും പെട്ടെന്ന് തന്നെ മനുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് മൂർത്തിയോട് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ ശരിയാവുകയില്ല. ദിവസങ്ങൾ കഴിയും തോറും ടെൻഷനും അതുപോലെ തന്നെ റിസ്ക്കും കൂടി വരികയാണ്. നമുക്ക് ഉടൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മനുവിന്റെ ആരോഗ്യസ്ഥിതിയും മോശമാകുന്നതല്ലേ. ഇത് കേൾക്കുന്ന സൂര്യ മനു മരിച്ചാൽ അത്രയേയുള്ളൂ, അവനെ കുഴിച്ചിടുന്ന കാര്യമെല്ലാം ഞാൻ ഏറ്റു, അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നുവെങ്കിലും കാര്യങ്ങൾ പക്ഷേ സൂര്യ വിചാരിച്ചതുപോലെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.